ഹലോ ഹായ്. ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിച്ചത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിച്ചത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ആക്റ്റീവായിട്ടിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഒത്തിരി പേരായിട്ടിരിക്കാൻ നേരത്ത് കുറേ പേര് സംസാരിക്കും, കുറേ പേര് അങ്ങനെ ഒന്നും സൈലന്റ് ആയിട്ടിരിക്കും. അത് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്, ഇന്ന് ഡയറക്റ്റ് എക്സൽ അഗ്രികൾച്ചർ ഇൻകം സിമ്പിൾ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. അത് പഠിക്കാം. നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, 2 വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് എല്ലാമായിട്ടുള്ളത് ഇട്ടിട്ടുള്ളതാണ്. സെക്കൻഡ് നമ്മളെന്താ റിവിഷൻ പോലെ വെച്ചപ്പോൾ അത് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞു ടോപ്പിക്കാണ്, വേഗം പഠിച്ചു തീരാവുന്നേ ഉള്ളൂ. ആ പഠിച്ചു തീരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിന് മുന്നേ 2 ദിവസം പഠിച്ചത് റിവൈസ് ചെയ്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഓക്കെ, അക്കൗണ്ട്സിലെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ളത്. ഓക്കെ, അത് ജേർണലും അതൊക്കെ ഒന്ന് നന്നായിട്ട് പ്രോപ്പർ ആയിരുന്നാൽ മാത്രമേ നമുക്കിവിടെ എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജേർണൽ എത്രയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, ജേർണൽ എൻട്രി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടോ, റൂൾ അനുസരിച്ച് പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ എനിക്ക് മാത്രമേ നമുക്ക് ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അക്കൗണ്ട്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് വീഡിയോ കണ്ട ആരും എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ കണ്ടില്ല. ഡിപ്രീസിയേഷൻ്റെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ഒത്തിരി 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയോ, അതോ അതെങ്ങനെയാണ്, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ആരും പറഞ്ഞു കേട്ടില്ല. അതൊന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നില്ല, അതങ്ങനെ സ്കിപ്പ് ചെയ്യാം. അല്ല, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടിയില്ല, ബൈഹാർട്ടൊന്നും പഠിച്ചു നോക്കരുത് ഈ പ്രോബ്ലം. അതങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് അത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ആരും അങ്ങനെ ഡൗട്ട് ഒന്നും ചോദിച്ച് കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഡേ 1 ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 4 ഗ്രൂപ്പ് 5 ഗ്രൂപ്പ് എന്തോ ഉണ്ടെന്ന് പറയുന്നു, തോന്നുന്നു. നമ്മൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതില് ഏതോ 2 ഗ്രൂപ്പും അല്ല 3 ഗ്രൂപ്പ് എനിക്ക് തന്നായിരുന്നു. 2 ഗ്രൂപ്പ് തരാതിരിക്കുന്നുണ്ട്. എന്താ, നമ്മൾ ഒരു ടാർഗറ്റ് കൊടുത്തായിരുന്നു ഡേ 1 പഠിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചതോ, കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ മെറ്റീരിയൽ എന്താണ് 100% വായിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനത് ആ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടോ, നോട്ട് എഴുതി വെച്ചിട്ടില്ല, മെറ്റീരിയൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോവുകയാണ്, ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അതിന്റെ ഫോട്ടോ ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്ന് ഫോട്ടോ ഒന്ന് ഗ്രൂപ്പിലേക്ക് ഇടാനായിട്ട് പറഞ്ഞായിരുന്നു. 3 ഗ്രൂപ്പുകാർ ഇട്ടിട്ടുണ്ട്. 2 ഗ്രൂപ്പുകാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിലൊരു കുട്ടി എന്തോ എക്സ്ക്യൂസ് പറഞ്ഞു എന്ന് തോന്നുന്നു, ട്രൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഓക്കെ, ബാക്കി ആരും 2 ഗ്രൂപ്പിലും സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഞാൻ പറയണത് എന്തെങ്കിലും ഒന്ന് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എന്താ പറയുക, നിങ്ങളെ കമ്പൽ ചെയ്യല്ല. കാരണം നമ്മളിങ്ങനെ ഒരു ടാർഗറ്റ് എടുത്ത് നമ്മളത് മുന്നോട്ട് പോകാൻ നേരത്ത് നിങ്ങളത് ചെയ്യുന്നുണ്ടോ, എൻ്റെ കൂടെ വരുന്നുണ്ടോ, അത് നമ്മൾ സ്ലോ ആക്കണോ എന്നുള്ളത്, അത് ഒരു ദിവസമെങ്കിലും ഇടയിൽ ഗ്യാപ്പ് വരണോ, നിങ്ങളത് ഒപ്പം വേണ്ടിയിട്ട്, അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ എന്തെങ്കിലും ഒരു ടാർഗറ്റ് തരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങൾ ഒത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാൻ പറ്റും. നമുക്ക് അറിയാം അല്ലെ, ഒരു പ്രാവശ്യമെങ്കിലും എക്സാം എഴുതി എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ മെറ്റീരിയൽ 100% പഠിച്ചു പോണത് മാത്രമല്ല നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തോരം ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും എക്സാം എഴുതിയവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ. ഈ ഡയറക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ച് 100% അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് പ്രൊവിഷൻസ് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാം. അമെൻമെന്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എന്താണ്
മെറ്റീരിയൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് പ്രൊവിഷൻസ് എല്ലാം പഠിച്ചെടുക്കാം. പക്ഷേ ഈ മെറ്റീരിയലിലുള്ള പ്രോബ്ലം ചെയ്തത് കൊണ്ട് മാത്രം, മെറ്റീരിയലിലുള്ള കറക്റ്റായിട്ട് കേട്ടോ, ഡയറക്റ്റ് ടാക്സിന് മെറ്റീരിയലിലുള്ള പ്രോബ്ലം ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എക്സാമിന് അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്ന് ഒരു ഉറപ്പും ഇല്ല. ഓക്കെ, കാരണം മെറ്റീരിയലിലെ പ്രോബ്ലം കൊടുത്തിരിക്കുന്നത് ഓരോ പ്രൊവിഷനും ഓരോ പ്രോബ്ലം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനിയും അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുന്നത്. നമ്മുടെ മെറ്റീരിയലുള്ള പോലെയല്ല നമ്മുടെ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ സാലറി എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കിടക്കുന്നത് പി എഫിനാണെങ്കിൽ പി എഫിന്റെ ഒരു പ്രോബ്ലം, റിട്ടയർമെന്റിൽ ഏതെങ്കിലും ഒരു ഗ്രാറ്റുവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് ഒരു പ്രോബ്ലം, ഗ്രാറ്റുവിറ്റി തന്നെ രണ്ടായിട്ട് തിരിച്ച് ആ രണ്ടെണ്ണത്തിന് ഒരു പ്രോബ്ലം, അങ്ങനെയൊക്കെ ആയിരിക്കും ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെയെല്ലാം ഇതിൽ എക്സാമിന് വരുന്നത്. ഓക്കെ, അതിൽ മെറ്റീരിയൽ നമുക്ക് ആ പ്രൊവിഷൻസ് ഒന്നുകൂടി നമുക്ക് തറവാൻ വേണ്ടിയിട്ട്, ഒരു 100% അതിന്റെ കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോബ്ലം ചെയ്യുന്നത് ഗുണം ചെയ്യും. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് അത് 100% ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പൊന്നുമില്ല. നമുക്ക് എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ പിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് പോസിബിലിറ്റി കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രൊവിഷൻസ് ഒന്ന് പഠിച്ചിട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് പഠിച്ചിട്ട്, നമുക്ക് ഞാൻ സൺഡേ എന്നുള്ള ഒരു ദിവസമുണ്ട്, ആ സൺഡേ എന്നുള്ളതിന് ഞാനിങ്ങനെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ടും MCQ ആയിട്ടും ഞാൻ തരാം. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ തരാൻ ഉദ്ദേശിച്ചേക്കണേ. വെറൈറ്റി ആയിട്ടുള്ള, ചിലപ്പോൾ കുറച്ച് ടഫ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ചെയ്ത് നിങ്ങൾക്ക് അത് അത്രയും നാളും പഠിച്ചതിലിരുന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് എനിക്ക് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ അതിന്റെ മെത്തേഡ്, നിങ്ങൾ ചെയ്തിരിക്കണ എന്താ പറയുക, ഒരു പ്രിപ്പയർ ചെയ്തിരിക്കണ അല്ലെങ്കിൽ അത് ആ ആൻസർ എഴുതിയിരിക്കണ രീതി അത് കറക്റ്റാണോ, അത് വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് എനിക്ക് ഈസി ആയിട്ട് അത് വ്യൂ ചെയ്യാനായിട്ടും അതിന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുമാണ്, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെറിയ ചെറിയ ഗ്രൂപ്പാക്കി മാറ്റിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്യാതെ ഇരുന്നാൽ ആ ഒരു ഗ്രൂപ്പിന് അടുത്ത ടാർഗറ്റ് തരില്ല. എപ്പോ അവർ ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണോ അപ്പൊ മാത്രമേ അടുത്ത ടാർഗറ്റ് തരുള്ളൂ. ഇപ്പൊ 5 പേര് ഒരു ഗ്രൂപ്പിന് മാത്രം 6 പേരുണ്ടെന്ന് തോന്നുന്നു. 5 പേരടങ്ങുന്ന ഗ്രൂപ്പാക്കിയാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തിരിക്കാൻ നേരത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാവരും അയക്കണം. അത് നിങ്ങളുടെ ആഗ്രഹമാണ്, ഞാൻ എല്ലാവരും അയക്കണം എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതെല്ലാവരും അയക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരാളെങ്കിലും, 5 പേര് ഒരാളെങ്കിലും ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബാലൻസ് ഉള്ളവർക്ക് അയക്കാൻ പറ്റില്ല, ബാലൻസ് ഉള്ളവർ അയക്കണില്ല, അല്ലെങ്കിൽ അയക്കൂല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ഇവിടെ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ജോയിൻ ചെയ്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വന്ന ശേഷം ഞങ്ങൾ പഠിക്കുള്ളൂ, അതുവരെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു എന്നേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പക്ഷെ ആ ഗ്രൂപ്പായിട്ട് തിരിച്ചു കാരണം ആ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ അടുത്തത് തരുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഡേയുടെ ജസ്റ്റ് ഒന്ന് അയച്ച ആ ഒരു ടാർഗറ്റേ തന്നിട്ടുള്ളൂ. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്ക്, ഇപ്പൊ ഒരു 3 ഗ്രൂപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ആ ടാർഗറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അയച്ചു തന്നവർക്ക് സൺഡേ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതായിരിക്കും. സൺഡേ അതിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ തെറ്റുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് അതിലേക്ക് ഇടാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അല്ല അത് എന്താണ് ചെയ്ത് കറക്റ്റ് ആണോ, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. അതൊക്കെ നമ്മൾ എന്തിനാ, നമ്മളെല്ലാം അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി പഠിക്കാനിരിക്കുമോ? ഇല്ല. നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഒരാളുടെ അടുത്ത് കോച്ചിങ്ങിന് പോകണത്, അല്ലേ? അപ്പൊ നമ്മൾ അതിലവിടെ എന്താണ് നമുക്കൊരു നാണക്കേടോ മാനക്കേടോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റൊക്കെ സ്വാഭാവികം, അതൊക്കെ വരാം, പക്ഷെ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു 3 ഗ്രൂപ്പിന് മാത്രം ഈ സൺഡേ ഞാൻ ആ ടാർഗറ്റ് കൊടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ടൈം ഉണ്ട്, ആ 2 ഗ്രൂപ്പിന് എക്സ്ട്രാ ടൈം ഉണ്ട്. നമുക്ക് സൺഡേക്ക് മുന്നേ ആയിട്ട്, അതായത് സാറ്റർഡേ നൈറ്റ് വരേക്കും
ഓക്കെ, സൺഡേ രാവിലെ വരേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരാളെങ്കിലും ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ സൺഡേയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരാം, ഒത്തിരി ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഡയറക്റ്റ് ടെക്സ്റ്റ് ഒക്കെ അതേപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തായാലും ഇപ്പൊ നമ്മൾ പ്രൊവിഷൻ പഠിക്കാൻ നേരത്ത് നമ്മൾ അങ്ങനെ ഓക്കെ ഇതാണെന്നുള്ള പോലെ നമ്മൾ പഠിച്ചു വെക്കും. പക്ഷെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്, ആ കോൺഫിഡൻസ് വരണം, അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഓർമ്മയിൽ നിർത്താനും ഒക്കെ സാധിക്കുക ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, അതോർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോവുക. ഈ സൺഡേ തരുന്നതും ആ 3 ഗ്രൂപ്പിനോടായിട്ട് പറയുകയാണ്, ആ സൺഡേ തരുന്നത് നിങ്ങൾ അടുത്ത ടാർഗറ്റ് തരണേക്ക് മുന്നേ ആയിട്ട് എനിക്ക് ആൻസർ ഇട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അടുത്ത ടാർഗറ്റ് തരാം. ഓക്കെ, കാരണം ഞാൻ വെറുതെ ടാർഗറ്റ് ഇങ്ങനെ തന്നു പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണ അനുസരിച്ചേ എനിക്ക് ടാർഗറ്റ് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴല്ലേ എനിക്ക് അതൊരു ഇത് വരുള്ളൂ. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ 100% ഇത് ഓരോ ദിവസവും ഇതേപോലെയുള്ള വീഡിയോസ് എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് ഞാൻ ഇടുന്നതായിരിക്കുള്ളൂ. പക്ഷേ ടാർഗറ്റ് തരുന്നത് നിങ്ങൾ ഓരോ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണനുസരിച്ച് തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത് നമുക്ക് ഡയറക്ടേഴ്സിന് അഗ്രികൾച്ചറിങ്ങും അക്കൗണ്ട്സിന് റെക്ടിഫിക്കേഷനും കോസ്റ്റിംഗിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഉണ്ടാവും. അത് പ്ലസ് മെറ്റീരിയലിലെ ടേൺ ഓവർ റേഷ്യോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടേൺ ഓവർ റേഷ്യോ, ഇഷ്യൂ ഡിസിഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് പോകുന്നതാണ്. അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ നോട്ട് ചെയ്യേണ്ട പോയിന്റ് മാത്രം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മുന്നേ ചെയ്താലും ശരി, ഇപ്പം ചെയ്താലും ശരി, ഒരു പ്രാവശ്യമെങ്കിലും എക്സാമിന് മുന്നേ ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അതിൽ എവിടെയാണോ നിങ്ങൾക്ക് തെറ്റിയത്, അല്ലെങ്കിൽ ഏത് പോയിന്റാണോ നിങ്ങൾ വിട്ടുപോയത്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ സ്ട്രക്കായി നിന്നത്, എവിടെയാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത്, അത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അത് പിന്നീട് നിങ്ങൾ ചെയ്തു നോക്കണമെന്നില്ല. കാരണം നമുക്ക് അതിന്റെ മെത്തേഡും എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളതായിരിക്കാം. പിന്നെ അതിലുള്ള നമ്മൾ സ്റ്റക്കായി നിന്നുപോയ ആ പോയിന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്ത് പോയാൽ മതി. ഇൻ കേസ് എന്തെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാർക്ക് കളയാൻ പാടില്ല. പിന്നെ എന്റെ പേഴ്സണലി അഭിപ്രായത്തിൽ ഇഷ്യൂ ഡിസിഷൻ ഒക്കെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്താൽ നിന്നാൽ മതി. കാരണം ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഈസിയാണ്, സിമ്പിൾ ആണ്, മാർക്ക് സ്കോർ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നുണ്ടെങ്കിൽ ടൈം എന്നുള്ളത് ഭയങ്കര വാല്യൂ ഉള്ളതാണ് അല്ലെ. ഓരോ സെക്കൻഡിനും വാല്യൂ ഉണ്ട്. അത് കാരണം ആ ഒരു ഇത് ലാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിന്നാൽ മതി. ഓക്കെ, ബാലൻസ് എല്ലാം ചെയ്തതിന് ശേഷം. പക്ഷെ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഏത് സമയത്താണ് നമുക്ക് എപ്പോഴാണ് ആരാണ് നമുക്ക് ഹെൽപ്പ് ആവുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ പഠിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇത് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്ക്. അതിപ്പോ ചെയ്യണമെന്നില്ല. പക്ഷെ ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ആ സ്ട്രക്കാണ് പോയിന്റ് നിങ്ങൾ അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി വെക്കുക. എവിടെയാണ് ഞാൻ സ്ട്രക്കായത്, എവിടെയാണ് എനിക്ക് ഡൗട്ട് വന്നത് എന്നുള്ളത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഓരോ മെത്തേഡിനും ഓരോ ഇതുണ്ട്. ഓക്കെ, ആ പ്രോപ്പറായിട്ട് ആ വേ എന്താണ്, ഓരോ മെത്തേഡിന്റെയും വേ എന്താണെന്നുള്ളത് എഴുതി വെച്ചാലും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ഇന്ന് ചെയ്യൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഒരു ദിവസം എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം എന്തെങ്കിലും ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയാം.